Hello dear students, welcome to Math Root. നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഹോമോടോപ്പി വേർഷൻ ഓഫ് കോഷീസ് തിയറത്തിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, നമുക്ക് ഒരു കൊറോളറി സ്റ്റാർട്ട് ചെയ്യാം. If gamma is a closed rectifiable curve in G such that gamma homologous to 0, then n gamma a equal to 0 for all a belongs to C minus G. ഓക്കെ, ഗാമ എന്നുള്ളത് എന്താണ്? ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ആണ്. ഓക്കെ, ജി എന്നുള്ള റീജിയനിലുള്ള ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ആണ് ഗാമ. ഒരു കണ്ടീഷൻ്റെ ഗാമ ഹോമോലോഗസ് ടു 0 ആണ്. ഓക്കെ, ഇനി നമ്മൾ സി മൈനസ് ജിയിലുള്ള ഏത് പോയിന്റ് എ നമ്മൾ ചൂസ് ചെയ്താലും, ഓക്കെ, സി മൈനസ് ജിയിലുള്ള ഏത് പോയിന്റ് എ നമ്മൾ ചൂസ് ചെയ്താലും എൻ ഗാമ എൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, പ്രൂഫ് നോക്കാം. സിൻസ് 1/z മൈനസ് എ ഇസ് അനാലിറ്റിക് ഓൺ ജി, ഓക്കെ, നമുക്കറിയാം 1/z മൈനസ് എ എന്നുള്ളത് എന്താണ്? ജിയിൽ അനാലിറ്റിക് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ സി മൈനസ് ജിയിലുള്ള ഏത് പോയിന്റ് എ എടുത്താലും നമുക്കറിയാം എൻ ഗാമ ഓഫ് എൻ്റെ ഡെഫിനിഷൻ എന്താണ്? 1/2πi ഇൻ്റഗ്രൽ ഓവർ dz/z മൈനസ് എ. ഓക്കെ, ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, 1/z മൈനസ് എ എന്നുള്ളത് എന്താണ്? അനാലിറ്റിക് ഫംഗ്ഷൻ ആണ്. എവിടെ? ജിയിൽ. അതേപോലെ ഗാമ എന്നുള്ളത് എന്താണ്? ഹോമോലോഗസ് ടു 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതേപോലെ ഗാമ ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ആണ്. സോ കോഷീസ് തിയറത്തിൻ്റെ സെക്കൻഡ് വേർഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത്തരത്തിൽ അനാലിറ്റിക് ഉള്ളൊരു ഫംഗ്ഷന് ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവിലൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്തായിട്ട് കിട്ടും? കോഷി സെക്കൻഡ് വേർഷൻ പ്രകാരം 0 എന്ന് കിട്ടും. സോ 1/2πi × 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0. ദാറ്റ് മീൻസ് എൻ ഗാമ എൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഡെഫിനിഷൻ: ഇഫ് ഗാമ നോട്ട് കോമ ഗാമ 1 ഫ്രം ക്ലോസ് ലെവൽ 0, 1 to G are two rectifiable curves in G such that gamma naught of 0 equal to gamma 1 of 0 equal to A and gamma naught of 1 equal to gamma 1 of 1 equal to B. Then gamma naught and gamma 1 are fixed endpoint homotopic. That means FEP homotopic. If there is a continuous map capital gamma from I square to G such that gamma of S0 equal to gamma naught of S, gamma of S1 equal to gamma 1 of S, gamma of 0t equal to A, gamma of 1t equal to B for 0 less than or equal to S, comma t less than or equal to 1. Okay, നമ്മുടെ കയ്യിൽ ജി എന്നുള്ള റീജിയനിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള രണ്ട് റെക്ടിഫയബിൾ കർവ്സ് ഉണ്ട്. ഓക്കെ, അതായത് ക്ലോസ് ലെവൽ 0, 1 ജിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന രണ്ട് റെക്ടിഫയബിൾ കർവ്സ് ആണ് ഇത്, ഗാമ നോട്ടും ഗാമ 1ഉം. ഓക്കെ, കണ്ടീഷൻ എന്താണ്? ഗാമ നോട്ട് ഓഫ് 0യും ഗാമ 1 ഓഫ് 0യും എന്താണ്? എ ആണ്. അതായത് ഗാമ നോട്ടും ഗാമ 1ഉം 0നെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? എയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതുപോലെ ഗാമ നോട്ടും ഗാമ 1ഉം 1നെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? ബിയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ രണ്ട് കേർവ്സ് ഗാമ നോട്ടും ഗാമ 1ഉം ഇതിന് ഫിക്സഡ് എൻഡ് പോയിന്റ് ഹോമോടോപ്പിക്, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് FEP ഹോമോടോപ്പിക് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഈ I സ്ക്വയർ എന്ന ജിയിലേക്ക് ഒരു കണ്ടിന്യൂസ് മാപ്പ് ഗാമ എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ദാറ്റ് മീൻസ് 0, 1 ക്രോസ് 0, 1 എന്ന ജിയിലേക്ക് ഒരു കണ്ടിന്യൂസ് മാപ്പ് ഗാമ എക്സിസ്റ്റ് ചെയ്യണം. അത് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഇത്തരം ഒരു കണ്ടിന്യൂസ് മാപ്പ്, ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് മാപ്പ് I സ്ക്വയർ എന്ന ജിയിലേക്ക് എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗാമ നോട്ടും ഗാമ 1ഉം എന്താണ്? ഫിക്സഡ് എൻഡ് പോയിന്റ് ഹോമോടോപ്പിക് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് തിയറം. ഇതൊരു തിയറമാണ്. ഇഫ് ഗാമ നോട്ട് ആൻഡ് ഗാമ 1 ആർ two piecewise smooth curves joining A to B and gamma naught homotopic to gamma 1, then integral over gamma naught f equal to integral over gamma 1f. ഗാമ നോട്ടും ഗാമ 1ഉം എന്താണ്? രണ്ട് പീസ് വൈസ് സ്മൂത്ത് കർവ്സ് ആണ്. ഓക്കെ, അത് എയും ബിയും രണ്ട് പോയിന്റ്സ് ഉണ്ട്. ആ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന രണ്ട് പീസ് വൈസ് സ്മൂത്ത് കർവ്സ് ആണ് എന്ത്? ഗാമ നോട്ടും ഗാമ 1ഉം. അങ്ങനെയാണെങ്കിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഗാമ നോട്ടിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും ഗാമ 1ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ തിയറത്തിൻ്റെ പേരെന്ത്? ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് തിയറം. ഓക്കെ, ഏത് പാത്തിലൂടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത വാല്യൂ എന്തായിരിക്കും?
സെയിം ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണിത്. ഗാമ നോട്ടും ഗാമ വണ്ണും എന്തായിരിക്കണം? ഹോമോട്ടോപ്പിക് ആയിരിക്കണം. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് നോക്കാം. സിൻസ് ഗാമ നോട്ട് ഹോമോട്ടോപ്പിക് ടു ഗാമ വൺ, so there exists a continuous map gamma from I square to C such that capital gamma of S comma 0 equal to gamma naught of S, capital gamma of S comma 1 equal to gamma 1 of S, 0 less than or equal to S less than or equal to 1, capital gamma of 0 comma t equal to A, capital gamma of 1 comma t equal to B, 0 less than or equal to t less than or equal to 1. നമ്മൾ ആദ്യം എന്താ അസ്യൂം ചെയ്യാം? ഗാമ നോട്ടും ഗാമ വണ്ണും എന്താണ്? രണ്ട് പീസ് വൈസ് സ്മൂത്ത് കേർവ്സ് ആണ്. അതേപോലെ എനെയും ബിനെ അത് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പോൾ എ ഇതൊരു പോയിൻ്റാണ്, ബി എന്താണ്? ഇതൊരു പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഒരു ഗാമ നോട്ട്, ഇതെന്താണ്? ഒരു ഗാമ വൺ. ഓക്കെ, അപ്പോൾ എനെയും ബിനെയും ജോയിൻ ചെയ്യുന്ന രണ്ട് പീസ് വൈസ് സ്മൂത്ത് കേർവ്സ് ആണെന്ത്? ഗാമ നോട്ട് ഗാമ വൺ. അതേപോലെ ഗാമ നോട്ട് ഹോമോട്ടോപ്പിക് ടു ഗാമ വൺ ആണെന്ന് അസ്യൂം ചെയ്യുക. സോ ഹോമോട്ടോപ്പിക്കിൻ്റെ ഡെഫിനിഷൻ പ്രകാരം രണ്ട് കേർവ്സ് ഹോമോട്ടോപ്പിക് ആണ്. എന്ത് ചെയ്യും? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഐ ക്രോസ് സൈൻ, ദാറ്റ് മീൻസ് 0 1 ക്രോസ് 0 1 എന്ന് സിയിലേക്ക് ഒരു ഗാമ എന്നുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. അത് ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇതെന്തിനാ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ എഴുതുന്നത്? രണ്ട് കേർവ്സ് ഹോമോട്ടോപ്പിക് ആണെങ്കിൽ ഇത്തരത്തിലൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ബിക്കോസ് ഗാമ നോട്ട് ഗാമ മൈനസ് ഗാമ വൺ is a closed piecewise smooth curve, we defined gamma of S equal to gamma naught of 3s, comma for 0 less than or equal to S less than or equal to 1/3, gamma of S equal to B for 1/3 less than S less than 2/3, gamma of S equal to gamma 1 of 3 minus 3s for 2/3 less than S less than or equal to 1. Okay, so നമ്മൾ എനെയും ബിനെയും ജോയിൻ ചെയ്യുന്ന രണ്ട് കേർവ്സ് ആണ് എന്ത്? ഗാമ നോട്ടും ഗാമ വണ്ണും. സോ ഗാമ നോട്ട് മൈനസ് ഗാമ വൺ എന്തായിരിക്കും? ഒരു ക്ലോസ്ഡ് പീസ് വൈസ് സ്മൂത്ത് കേർവ് ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഗാമ എസ് എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഗാമ വൺ അതേപോലെ ബി, അത് മീൻസ് ഒരു നമ്പർ കോൺസ്റ്റൻറ്റ് അതേപോലെ ഗാമ വൺ, ഇതിനെല്ലാം കൂടി പല കേസസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഗാമ ഓഫ് എസ്. ഓക്കെ, ക്ലോസ് നമ്പർ 0 1/3 എസ് നമ്മൾ ഏത് ചൂസ് ചെയ്താലും ഗാമ ഓഫ് എസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഗാമ നോട്ട് ഓഫ് 3s. ഓക്കെ, ഇനി ഓപ്പൺ 1/3 ക്ലോസ് 2/3 എസ് ആണെങ്കിൽ ഗാമ ഓഫ് എസ് ബി ആയിരിക്കും. ഓപ്പൺ 2/3 ക്ലോസ് ടു 1 എസ് ഉണ്ടെങ്കിൽ ഗാമ ഓഫ് എസ് എന്തായിരിക്കും? ഗാമ 1 ഓഫ് 3 മൈനസ് 3s എന്ന് ഡിഫൈൻ ചെയ്യാം. നമ്മൾ ക്ലെയിം ചെയ്യുന്നത് എന്താണ്? ഗാമ ഹോമോലോഗസ് 0 എന്നാണ് നമ്മുടെ ക്ലെയിം ചെയ്യുന്നത്. സോ നമ്മുടെ പ്രൂഫ് ആവും. വി വിൽ ഷോ ദാറ്റ് ഗാമ ഹോമോലോഗസ് 0. നമ്മൾ എന്ത് ചെയ്യുക? ഒരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ഇൻഫാക്ട് ഡിഫൈൻ ഞാൻ ജസ്റ്റ് ഡെൽറ്റ എന്ന് കോൾ ചെയ്യാണ്. ഡെൽറ്റ ഫ്രം ഐ സ്ക്വയർ ടു ജി ബൈ ഡെൽറ്റ ഓഫ് എസ് കോമ ടി ഈക്വൽ ടു ഗാമ ഓഫ് 3s ഇൻറ്റു 1 മൈനസ് ടി കോമ ടി ഫോർ 0 ലെസ് താൻ ഓർ ഇക്വൽ എസ് ലെസ് താൻ ഓർ ഇക്വൽ 1/3, ഗാമ ഓഫ് 1 മൈനസ് ടി കോമ 3s മൈനസ് 1 പ്ലസ് 2t മൈനസ് 3st for 1/3 less than S less than or equal to 2/3, gamma 1 of 3 minus 3s into 1 minus t for 2/3 less than S less than or equal to 1. നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക. ഐ ക്രോസ് ഐ നിന്ന് ജിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ, ജസ്റ്റ് ഡെൽറ്റ എന്ന് ഇതിനെ വിളിക്കാം. ഡെൽറ്റ ഫ്രം ഐ ക്രോസ് ഐ ടു ജി എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഗാമ ഓഫ് എസ് ടി ഈക്വൽ ടു ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, നോട്ട് ദാറ്റ് delta of s comma t equal to gamma t of s, delta of s comma 0 equal to gamma naught minus gamma 1, delta of s comma 1 equal to a equal to b. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഡെൽറ്റ ഓഫ് എസ് ടി എന്തിന് ഈക്വൽ ആയിരിക്കും? ഗാമ ഓഫ് എസ്, അത് ജസ്റ്റ് ഗാമ ടി ഓഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതേപോലെ ഡെൽറ്റ ഓഫ് എസ് 0 എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ ക്ലോസ്ഡ് കർവ് ഗാമ നോട്ട് മൈനസ് ഗാമ 1 ഈക്വൽ ആയിരിക്കും. അതേപോലെ ഡെൽറ്റ ഓഫ് എസ് 1 എന്തിന് ഈക്വൽ ആയിരിക്കും? എക്ക് ഈക്വൽ ആയിരിക്കും. അതേപോലെ ഗാമ ഓഫ് ഡെൽറ്റ ഓഫ് എസ് 1 എന്തിന് ഈക്വൽ ആയിരിക്കും? ബിക്കും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഓൾസോ ഡെൽറ്റ ഈസ് കണ്ടിന്യൂസ് അറ്റ് എസ് ഈക്വൽ ടു 1/3 ആൻഡ് എസ് ഈക്വൽ ടു 2/3. ഈ ഡെൽറ്റ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ ഫംഗ്ഷൻ നമ്മുടെ 1/3ലും അതേപോലെ 2/3ലും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. റീസൺ എന്താണ്? ഗാമ ഓഫ് 1 മൈനസ് ടി 1, അതേപോലെ അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഗാമ 1 ഓഫ് 1 മൈനസ് ടിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ ജസ്റ്റ് എസ് ഈക്വൽ ടു 1/3 നമ്മളിവിടെ കൊടുത്തു ഗാമ ഡെൽറ്റ ഓഫ് 1/3 ടി. ഓക്കെ,
അതേപോലെ എസിൻ്റെ എസ് = 2/3 എന്നുള്ളത് ഇവിടെ കൊടുത്തു നോക്കുക. ഡെൽറ്റ ഓഫ് 2/3t. നമ്മൾ ഫംഗ്ഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒക്കെ ഈക്വൽ ആയിരിക്കും. ഫംഗ്ഷൻ എന്ത് ചെയ്യും? ആ പോയിന്റ്സിൽ കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, സോ ഈ പോയിന്റ്സിൽ എന്തായിരിക്കും? രണ്ട് പോയിന്റ്സിലും നമ്മുടെ ഫംഗ്ഷൻ ഡെൽറ്റ എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. സോ നമ്മുടെ I² എന്നുള്ള നമ്മുടെ ക്ലോസ്ഡ് റെക്റ്റാങ്കിളിൽ തന്നെ എന്തായിരിക്കും? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ആ റെക്റ്റാങ്കിൾ നമ്മൾ ഇവിടെ വരയ്ക്കും. ഓക്കെ, ആ ക്ലോസ്ഡ് റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിൽ തന്നെ, ആ സ്ക്വയറിൽ തന്നെ, അതൊരു സ്ക്വയർ ആണ്, ഈ I² എന്നുള്ള സ്ക്വയറിൽ തന്നെ എന്തായിരിക്കും? ഡെൽറ്റ എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അതേപോലെ എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? അനാലിറ്റിക് ആണ്. സോ നമുക്ക് കോഷീസ് തിയറം സെക്കൻഡ് വേർഷൻ പ്രകാരം ഒരു ക്ലോസ്ഡ് റെക്റ്റാങ്കിളിലൂടെ, ക്ലോസ്ഡ് റെക്ടിഫയബിൾ സ്മൂത്ത് കർവിലൂടെ നമ്മൾ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് = 0 ആയിരിക്കും. ഇനി ഗാമയെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ഗാമ നോട്ട് മൈനസ് ഗാമ 1 എന്നാണ്. സോ ഇൻ്റഗ്രൽ ഓവർ ഗാമ നോട്ട് എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഗാമ 1 എഫ് = 0. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ ഗാമ നോട്ട് എഫ് = ഇൻ്റഗ്രൽ ഓവർ ഗാമ 1 എഫ്. ഇത്രയാണ് ഇതിൻ്റെ പ്രൂഫ് ഉള്ളത്. ഞാൻ ജസ്റ്റ് ഈ I² എന്നുള്ള റെക്റ്റാങ്കിൾ, ആ സ്ക്വയർ എങ്ങനെയാണ് നോക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫിഗർ വരയ്ക്കാം. ഓക്കെ, നമ്മുടെ നേരത്തെ പറഞ്ഞ I² ദാറ്റ് മീൻസ് 0, 1 ക്രോസ് 0, 1. നമ്മൾ എന്ത് ചെയ്യുക? ക്ലോസ് ലെവൽ 0, 1 മൈനസ് ടി ക്രോസ് ക്ലോസ് ലെവൽ t, 1 ഫോർ എ ഫിക്സഡ് ടി. നമ്മൾ ടിക്ക് ഇതിൽ 0 കൊടുത്ത് നമുക്ക് എന്താ കിട്ടുക? 0, 1 മൈനസ് 0 ദാറ്റ് മീൻസ് 0, 1 ക്രോസ് ടിക്ക് നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. സോ ഇവിടെ 0, 1, നമ്മൾ 0, 1 ക്രോസ് 0, 1. അതാണ് നമ്മളെ 0, 1, 0, 1. സോ നമ്മളെ ഈ ഒരു സ്ക്വയർ ആയിരിക്കും എന്ത്? അതായത് ഈ ഒരു റീജിയൻ, R2 ഉള്ള ഈ ഒരു റീജിയൻ ആണ് എന്ത്? 0, 1 ക്രോസ് 0, 1. ഓക്കെ, നമ്മൾ ടി വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 0, 1 മൈനസ് ടി, t, 1 എന്നുള്ള ഈ ലെവലാണ് ചൂസ് ചെയ്തതെങ്കിൽ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഡെഫിനിഷൻ: an open set G is simply connected if G is connected and every closed curve in G is homotopic to 0. ഒരു ഓപ്പൺ സെറ്റ് ജിനെ സിംപ്ലി കണക്റ്റഡ് എന്ന് പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത് അത് കണക്റ്റഡ് ആയിരിക്കണം. രണ്ടാമത് ഏതൊരു ക്ലോസ്ഡ് കർവ് എടുത്താലും അതെന്തിന് ഹോമോട്ടോപ്പിക് ആയിരിക്കണം? 0ക്ക് ഹോമോട്ടോപ്പിക് ആയിരിക്കണം. ഓക്കെ, ജിയിലുള്ള ഏത് ക്ലോസ്ഡ് കർവും 0ക്ക് ഹോമോട്ടോപ്പിക് ആണ്. അതേപോലെ കണക്റ്റഡും ആണ് ജി എങ്കിൽ അതിനെ സിംപ്ലി കണക്റ്റഡ് എന്ന് പറയും. ഓക്കെ, ഒരു ഓപ്പൺ സെറ്റിനെ സിംപ്ലി കണക്റ്റഡ് എന്ന് പറയും. നെക്സ്റ്റ്, കോഷീസ് തിയറം 4th വേർഷൻ ആണ്. If G is simply connected, then integral over gamma f = 0 for every closed rectifiable curve and every analytic function f. നമ്മൾ G എന്നുള്ളത് എന്താണ്? ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആണ്. അതേപോലെ എഫ് എന്നുള്ളത് എന്താണ്? ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ആണ്. ഗാമ എന്നുള്ളത് എന്താണ്? ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, റിമാർക്ക്: എവറി സ്റ്റാർ ഷേപ്ഡ് റീജിയൻ ഈസ് സിംപ്ലി കണക്റ്റഡ്. ഏതൊരു സ്റ്റാർ ഷേപ്ഡ് റീജിയൻ എന്തായിരിക്കും? സിംപ്ലി കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സ്റ്റാർ ഷേപ്ഡ് റീജിയൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊറോളറി: ഇഫ് ജി ഈസ് സിംപ്ലി കണക്റ്റഡ് ആൻഡ് എഫ് ഫ്രം ജി ടു സി ഈസ് അനാലിറ്റിക് ഇൻ ജി, ദെൻ എഫ് ഹാസ് എ പ്രിമിറ്റീവ് ഇൻ ജി. ജി എന്നുള്ളത് എന്താണ്? സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആണ്. ഈ സിംപ്ലി കണക്റ്റഡ് റീജിയൻ സിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു അനാലിറ്റിക് ഫംഗ്ഷനാണ് എഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫിന് എന്തുണ്ടായിരിക്കും? ജിയിലൊരു പ്രിമിറ്റീവ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ആവുന്ന തരത്തിലൊരു ഫംഗ്ഷൻ എഫ് എന്ത് ചെയ്യും? നമുക്ക് ജിയിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊരു എക്സസൈസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ ഗാമ e raised to z minus e raised to minus z divided by z raised to 4 dz, where gamma is one of the curves depicted below. നമ്മൾ ഒരു ഫംഗ്ഷൻ, ഒരു ഇൻ്റഗ്രാൻഡ് തന്നിട്ടുണ്ട്. ഇ റേസ് ടു സെറ്റ് മൈനസ് ഇ റേസ് ടു മൈനസ് സെറ്റ് ഡിവൈഡ് ബൈ സെറ്റ് റേസ് ടു 4. നമ്മൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? ഗാമ എന്നുള്ള ക്ലോസ്ഡ് കർവിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഫസ്റ്റ് കേസിലെ ക്ലോസ്ഡ് കർവ് ഗാമ എന്താണ്? ഓക്കെ, ഇത് 0 ആണ്. ഓക്കെ,
ഇവിടെ ഒരു തവണ സീറോനെ വൈൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ളൊരു ക്ലോസ്ഡ് കർവിലൂടെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സെക്കൻഡ് കേസിൽ സീറോനെ 2 തവണ എന്ത് ചെയ്യുന്നുണ്ട്, വൈൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കർവിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. തേർഡ് കേസിൽ ഇവിടെ നമുക്ക് 1 തവണ മാത്രമേ 2 തവണ മാത്രമേ വൈൻഡ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു വൈൻഡിങ് എന്താണ്, ഈ ഒരു വൈൻഡിങ് എന്താണ്, ഇത് സീറോൻ്റെ പുറത്താണ്. ഇതിലൂടെ ഒരു വൈൻഡിങ് വരുന്നുണ്ട്, ഇതിലൂടെ ഒരു വൈൻഡിങ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ എന്താണ്, നമുക്ക് ഇതിലൂടെ ഒരു വൈൻഡിങ് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഇത് 1 ആണ്, ഇത് 2, ഇത് 2. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് ഓരോ കേസായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട വാല്യൂ എന്താണ്, ഇന്റഗ്രൽ ഓവർ ഗാമ e raised to z minus e raised to minus ഡിവൈഡ് ബൈ z raised to 4 dz ആണ്. ഇവിടെ നമ്മുടെ സെൻറ്റർ എന്നുള്ള എ എന്നുള്ള പോയിൻ്റ് ഏതാണ്, ഇവിടെ 0 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് കർവ്, ഗാമ എന്നുള്ള ക്ലോസ്ഡ് കർവ് ഇതാണ്. ഓക്കെ, നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ പ്രീവിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തൊരു കൊറോളറി പ്രകാരമാണ്. ജി എന്നുള്ള എന്താണ്, ഒരു ഓപ്പൺ സെറ്റാണ്. എഫ് ഫ്രം ജി ടു സി എന്നുള്ളത് ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. ഗാമ എന്നുള്ളത് എന്താണ്, ജിയിൽ ഡിഫൈൻ ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവാണ്. കണ്ടീഷൻ എന്താണ്, എൻ ഗാമ ഡബ്ല്യു ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മൾ സി മൈനസ് ജിയിലുള്ള ഏത് ഡബ്ല്യു ചൂസ് ചെയ്താലും എൻ ഗാമ ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി നമ്മൾ ജി മൈനസ് ട്രേസ് ഓഫ് ഗാമയുള്ള ഏത് പോയിന്റ് എ ചൂസ് ചെയ്താലും എഫ് റൈസ് ടു കെ ഓഫ് എ ഇൻറ്റു എൻ ഗാമ എ എന്തിന് ഈക്വൽ ആയിരിക്കും, കെ ഫാക്ടോറിയൽ ബൈ 2π ഇൻറ്റു ഡെൽ ഓവർ ഗാമ എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് എ ഓൾ റൈസ് ടു കെ പ്ലസ് 1 dz ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് കാണേണ്ടത് ഈ ഒരു ടൈപ്പ് ഇൻ്റഗ്രലാണ്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഇൻ്റഗ്രലാണ് ഇവിടെ ഉള്ളത്. സോ ഇത് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് എ ഹോൾ റൈസ് ടു കെ പ്ലസ് 1 dz ദിസ് ഈസ് ഈക്വൽ ടു 2πi ഡിവൈഡ് ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു എഫ് റൈസ് ടു കെ ഓഫ് എ ഇൻറ്റു എൻ ഗാമ എന്ന് വരും. ഓക്കെ, സോ ഈ ടൈപ്പ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ z മൈനസ് എ ഉണ്ട്, നമുക്ക് തന്നെന്താ, ഇവിടെ z റൈസ് ടു 4 ആണ്, ഇവിടെ z മൈനസ് എ ഹോൾ റൈസ് ടു കെ പ്ലസ് 1 ആണ്. ഇവിടെ എ എന്താണ് എന്നുള്ളത് 0 ആണ്, കാരണം നമ്മളെ പോയിന്റ് ഇവിടെ സെൻറ്റർ എ 0 ആണ്. ഓക്കെ, നമുക്ക് z റൈസ് ടു 4 നമുക്ക് z മൈനസ് 0 ഹോൾ റൈസ് ടു 4 എന്ന് എഴുതാം. ഇവിടെ ജസ്റ്റ് കെ പ്ലസ് 1 ആണോ എന്ത് 4, അപ്പോൾ കെ എന്തായിരിക്കും 3 ആണ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ കെക്ക് നമ്മൾ 3 എന്ന് കൊടുക്കുക. ഓക്കെ, അവിടെ z മൈനസ് എ ഹോൾ റൈസ് ടു കെ പ്ലസ് 1, z മൈനസ് 0 ഹോൾ റൈസ് ടു 4. സോ കെ പ്ലസ് എന്ന് പറഞ്ഞാൽ 4 ആണ്, സോ കെ എന്ന് പറഞ്ഞാൽ എന്താണ് 3 ആണ്. ഇതിൽ നമ്മൾ ജസ്റ്റ് കേക്ക് 3 കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, കേക്ക് 3 നമ്മൾ പുട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്, എഫ് ഓഫ് സെറ്റ്. എഫ് ഓഫ് സെറ്റ് എന്നുള്ളത് എന്താണ്, ഇ റേസ് ടു സെറ്റ് മൈനസ് ഇ റേസ് ടു മൈനസ് സെറ്റ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ ഇൻ്റഗ്രൽ ഓവർ ഗാമ ഇ റേസ് ടു സെറ്റ് മൈനസ് ഇ റേസ് ടു മൈനസ് ഡിവൈഡ് ബൈ സെറ്റ് മൈനസ് 0 ഓൾ റേസ് ടു 4 നമ്മൾ ജസ്റ്റ് 3 പ്ലസ് 1 എന്ന് എഴുതാം, dz ഈക്വൽ ടു 2πi ഡിവൈഡ് ബൈ കെ എന്തായിരുന്നു 3 ആയിരുന്നു, 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് റൈസ് ടു, ഇനി ഇതിൻ്റെ തേർഡ് ഡെറിവേറ്റീവ് എഫ് റൈസ് ടു 3 ഓഫ് എ ഇൻറ്റു, ഇനി എ എന്താണ് ഇവിടെ 0 ആണ്, എഫ് റൈസ് ടു 3 ഓഫ് 0 ഇൻറ്റു എൻ ഗാമ 0. ഓക്കെ, ഇവിടെ എ എന്നുള്ള പോയിന്റ് 0 ആണ്. സോ നമ്മൾ എന്താ പറയുക, ഈ ഇൻ്റഗ്രൽ വാല്യൂ കാണാൻ ഇത് ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതുന്നു, this is equal to 2πi divided by 3 ഫാക്ടോറിയൽ എന്തായിരിക്കും 6 ആയിരിക്കും, 6 ഇൻറ്റു, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, എഫ് റൈസ് ടു 3 ഓഫ് 0 ഇതിനെ 3 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു സെറ്റ് മൈനസ് ഇ റേസ് ടു മൈനസ് സെറ്റിനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് നമുക്ക് ഇ റേസ് ടു സെറ്റ് പ്ലസ് ഇ റേസ് ടു മൈനസ് സെറ്റ് എന്ന് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് ഇ റേസ് ടു സെറ്റ് മൈനസ് ഇ റേസ് ടു മൈനസ് സെറ്റ് എന്ന് കിട്ടും.
ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു സെറ്റ് പ്ലസ് ഇ റേസ് ടു മൈനസ് സെറ്റ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇ റേസ് ടു എന്താണ് കിട്ടുന്നത്? ഇ റേസ് ടു 0 പ്ലസ് ഇ റേസ് ടു മൈനസ് 0. ദാറ്റ് മീൻസ് ഇ റേസ് ടു 0 പ്ലസ് ഇ റേസ് ടു 0 എന്ന് എഴുതിയാൽ മതി. ഇൻറ്റു n ഗാമ 0. ഇവിടെ എന്താണ്? ഒരു തവണ മാത്രമേ 0ന് വൈൻഡ് ചെയ്യുന്നുള്ളൂ. സോ എന്താണ്? വാല്യൂ 1 ആണ്. ഓക്കെ, സോ 2ഉം 6 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ പൈ ഐ ബൈ 3 ഇൻറ്റു 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2 ആണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? 2/3 പൈ ഐ. ഓക്കെ, ഇതായിരിക്കും എന്ത്? ഫസ്റ്റ് കേസിൽ ഈ ഗാമയിലൂടെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ എന്തായിരിക്കും? 2/3 പൈ ഐ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആകെ ചേഞ്ച് ഉള്ളത് ഗാമ എന്നുള്ള കേവ് എന്താവും? ഈ ഒരു ടൈപ്പ് കേവ് ആയിട്ട് മാറും. ഈ കേവിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ഇവിടെ നമ്മൾ ചേഞ്ച് എന്താ വരിക? ഇവിടെ കെ എന്താണ്? ജസ്റ്റ് എപ്പോഴും 3n ആണ്, ഇത് ചേഞ്ച് ഒന്നുമില്ല. സോ 2 പൈ ഐ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് റേസ് ടു 3 ഓഫ് 0 ഇൻറ്റു n ഗാമ 0. ഓക്കെ, നമുക്കറിയാം 2 പൈ ഐ ബൈ 3 നമുക്ക് എങ്ങനെ എഴുതാം? 2 പൈ ഐ ബൈ 3 ഫാക്ടർ എന്താണ്? 6 ആണ്. സോ പൈ ഐ ബൈ എന്ത് ചെയ്യാം? 3 എന്ന് എഴുതാം. പൈ ഐ ബൈ 3 ഇൻറ്റു എഫ് റൈസ് ടു 3 ഓഫ് 0 എന്താണ്? വാല്യൂ ചേഞ്ച് ആയില്ല, എപ്പോഴും എന്താണ്? 2 ആണ്. ഇനി n ഗാമ 0 എന്തായിരിക്കും? ഇവിടെ 2 തവണ വൈൻഡ് ചെയ്യുന്നുണ്ട്. സോ n ഗാമ 0ൻ്റെ വാല്യൂ 2 ആയിരിക്കും. ഓക്കെ, സോ 2 ഇൻറ്റു 2 4. സോ 4/3 പൈ ഐ ആയിരിക്കും എന്ത്? ഈ കർവിലൂടെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ. ഓക്കെ, 4/3 പൈ ഐ. തേർഡ് കേസിൽ സി പാർട്ടിൽ നമ്മുടെ കർവ് എന്താണ്? ഈ ഒരു ടൈപ്പിലേക്ക് മാറും. ഓക്കെ, സോ ഈ കർവിലൂടെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ. സോ ഇവിടെ ജസ്റ്റ് ഇവിടെ ചേഞ്ചസ് ഒന്നുമില്ല, സെയിം തന്നെയാണ്. 2 പൈ ഐ ബൈ 3 ഫാക്ടോറിയലിന് നമുക്ക് എങ്ങനെ എഴുതാം? പൈ ഐ ബൈ 3 ഇൻറ്റു ഇതിപ്പോൾ എഫ് റൈസ് ടു 3 ഓഫ് 0 എന്താണ്? 2 ആണ്. 2 ഇൻറ്റു ഈ n ഗാമ 0ൽ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. n ഗാമ 0 എന്താണ്? ഈ 0 എന്നുള്ള പോയിന്റിന് എത്ര തവണ വൈൻഡ് ചെയ്യുന്നുണ്ട്? ഇവിടെ ഈ ഒരു വൈൻഡ്, ഈ ഒരു വൈൻഡിങ് എന്താണ്? ഇത് 0ന് പുറത്താണുള്ളത്. അപ്പോൾ n ഗാമ 0ൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ 2 തവണ വൈൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്താണ്? ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വൈൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു വൈൻഡിങ് വരുന്നുണ്ട്. ഓക്കെ, സോ 2 തവണ വൈൻഡ് ചെയ്യുന്നുണ്ട്. n ഗാമ 0ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ ഈ കേസിലും 2 ആയിരിക്കും. സോ 4/3 പൈ ഐ തന്നെയായിരിക്കും എന്ത്? തേർഡ് കേസിലും ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്തായിരിക്കും? അത് മീൻസ് ഈ ഇൻ്റഗ്രൽ വാല്യൂ എന്തായിരിക്കും? 4/3 പൈ ഐ ആയിരിക്കും. ഓക്കെ.